ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് 3 കാര്യങ്ങൾ ചോദിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ് എന്ന് നിങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നത്. നോക്കിക്കോളൂ. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ പണം എന്ന് എഴുതുക. നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്നേഹം എന്ന് എഴുതുക. നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടതെങ്കിൽ സമാധാനം എന്ന് എഴുതുക. ഈ 3 ഏതാണ് നിങ്ങളുടെ ചോയ്സ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോയ്സ് ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കി. യെസ്, നോക്കട്ടെ. ആ, ബുദ്ധിമാൻ. 3 വേണമെന്ന്. അത് പറ്റില്ല, ഞാൻ ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റും, 3 തരുന്നില്ല. ഒരു വരം. ഏത് വരമാണ് വേണ്ടത്? മണി. പ്രീത, മണി. പീസ് ആൻഡ് സക്സസ് ചോദിച്ചില്ല. സക്സസ് 3. പീസ്, സമാധാനം, സമാധാനം, സ്നേഹം, 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 സമാധാനം, മണി, പണം, സമാധാനം, മണി, 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 മണി ആൻഡ് ലവ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എന്നാൽ നിങ്ങൾ 3 പേർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 3 പേരെയും ഈക്വൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം സ്റ്റാർട്ടിങ് പറഞ്ഞു പോകാം. ഇതിൽ ഒരു സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് 3ഉം ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഒന്നുകൂടി പറയാം, ഇതിൽ ഒരു സാധനമുണ്ട്, അത് ലഭിച്ചാൽ മറ്റ് 2 ഘടകങ്ങളും കൂടെ പോരും. മറ്റൊരു സാധനമുണ്ട്, അതിൽ ഒന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മറ്റ് 2 സാധനവും നഷ്ടപ്പെട്ടു പോകും. ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയാൽ മറ്റ് 2 സംഭവം കൂടെ പോരും. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ക്ലാസ്സിൽ സ്ഥിരമായി വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്തവരെല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം ഉണ്ടാവും. മറ്റുള്ളവർ പ്രാക്ടീസ് ചെയ്യാത്തപ്പോൾ ശ്രീ, അജിത, ബിന്ദു, മോഹൻ, അവർക്ക് പറഞ്ഞത് നിങ്ങൾ കറക്റ്റാണ്. യെസ്. ശാന്തി, ശാന്തി ക്ലാസ് ഫുള്ള് പ്രാക്ടീസ് ആയിട്ടില്ല. ഗീത, പ്രേമസുധ, ഇവരൊക്കെ ഇനി പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉത്തരങ്ങൾ വരുന്നത്. പ്രാക്ടീസ് ചെയ്തവർക്ക് കൃത്യമായ ഉത്തരം, കൂടുതൽ പറയുന്ന ഉത്തരം കണ്ടോ, ഇതെല്ലാം ക്ലാസ്സിലിരുന്ന് പ്രാക്ടീസ് ചെയ്തവർക്കാണ്. ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് 2 സാധനവും കൂടെ പോരും. കോംപ്ലിമെൻ്ററി ആണ്. ഇത് വാങ്ങിക്കൂ, സമാധാനം വാങ്ങിക്കൂ, പണവും സ്നേഹവും കൂടെ പോരും. ഇത് കൂടെ കിട്ടുന്ന കോംപ്ലിമെൻ്ററി സാധനമാണെന്ന് ആദ്യം മനസ്സിലാക്കി. ഇനി മറ്റൊരു കാര്യം കൂടി തിരിച്ചു ചോദിക്കാം. ഇതിലുള്ള ഒരു സാധനത്തെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മറ്റ് 2 സാധനങ്ങളും നിങ്ങളിൽ നിന്ന് ദൂരം പോകും. അതേതാന്ന് പറയാൻ പറ്റുമോ? ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മറ്റ് 2 സാധനം കൂടെ പോകും. യെസ്, അതെ. അപ്പുറത്തെ വീട്ടിലെ മണി എന്ന ചെക്കനെ ആരെങ്കിലും നോക്കിയാൽ മറ്റ് 2 സാധനം പോകും, അല്ലേ? ഇപ്പോഴതാണല്ലോ വിഷയം. തീർച്ചയായിട്ടും മനസ്സിലാക്കണം. 2 സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. സമാധാനമുണ്ടായാൽ പണവും സ്നേഹവും കൂടെ പോരും. അത് കോംപ്ലിമെൻ്ററി ആണ്. പണത്തിനെ മാത്രം ശ്രദ്ധിച്ചാൽ സമാധാനവും സ്നേഹവും ദൂരെ പോകും. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ പണത്തെ ശ്രദ്ധിക്കരുത് എന്നല്ല, പണം വേണം, അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ 2 സാധനവും കൂടെ പോകും. ലാസ്റ്റ് ഇപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയാം എല്ലാവരും. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞവരെല്ലാവരും തിരുത്തിക്കൊള്ളുക. ഏതാണ് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്? ഒറ്റ കാര്യം ഫോക്കസ് ചെയ്താൽ 2 സാധനം കൂടെ കിട്ടും. ഇതാണ് മനസ്സൊരു വിസ്മയത്തിൽ നിങ്ങളെ പഠിപ്പിച്ചും ജേർണി ടു ഹാപ്പിനെസ്സിൽ നിങ്ങളെ എത്തിക്കുന്നതും. ജേർണി ടു ഹാപ്പിനെസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ജേർണി ടു സക്സസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതും. ഇതൊരൊറ്റ കോൺസെപ്റ്റ് ക്ലിയറായി അണ്ടർസ്റ്റാൻഡായി സമാധാനപൂർവ്വമായ ലൈഫ് എത്തിയതിന് ശേഷം മാത്രമാണ് സക്സസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ടാണ് 6 പടികളിൽ 6ാമത്തെ സക്സസ്സും, അല്ലെങ്കിൽ സക്സസ് ആയിട്ട് സമാധാനം ഉണ്ടാക്കൂ, സക്സസ് ആയിട്ട് മറ്റേതാക്കൂ എന്ന് പറയാൻ പറ്റില്ല. അത് പറയുന്നില്ല. ആദ്യം സമാധാനം നേടുക, എന്നിട്ട് സക്സസ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് കഴിഞ്ഞിട്ട് നിങ്ങളോട് സക്സസ്സിലേക്ക് പോകാൻ പറയുന്നു. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കോൺസെപ്റ്റ്, തിയറി ഇതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, അല്ലേ? നോക്കൂ, ഇനി ഞാൻ നിങ്ങളെ കുറച്ചൊന്ന് തിരിക്കാൻ പോവുകയാണ്. എല്ലാവരും പഴയ കാര്യത്തിലേക്ക് പോകണം. നിങ്ങളുടെ പഴയ ലൈഫിലേക്കൊന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. പല രാത്രികളിലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് തവണ നമ്മളോട് തന്നെ ചോദിച്ചിട്ടില്ലേ, ഷു
ഇതാണോ ജീവിതം എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ ജീവിതം? എൻ്റെ ജീവിതം എന്നും എത്രയെത്ര ഓടിയിട്ടും എവിടെയും എത്താത്തത് എന്തേ എന്നത്, എവിടെയും ആർക്കും ഒന്നും മനസ്സിലാകാത്ത പോലുള്ളൊരു ശൂന്യത നമ്മളിൽ പലരും അനുഭവിക്കാറുണ്ട് അല്ലേ? ഉള്ളുരുകി ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്, അധ്വാനിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്തതിൻ്റെ വേദന നിങ്ങളെ അലട്ടിയിട്ടില്ലേ? എന്നെയൊക്കെ അലട്ടിയിട്ടുണ്ട്, നിങ്ങളെയും അലട്ടിയിട്ടുണ്ടല്ലേ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. യെസ് ഓർ നോ? ഇല്ലേ? ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം വരും അനുഭവിച്ചതും എന്നാൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കാം. യെസ് ഓർ നോ? യെസ് 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 അല്ലേ? യെസ്. സംഭവത്ത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാണ് അല്ലേ? ഞാനും അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്ന് അത് അനുഭവിക്കുന്നില്ല എങ്കിൽ എന്തോ എവിടെയോ ഒരു ഷിഫ്റ്റിങ് നടന്നിട്ടുണ്ട് എന്നിട്ട് അതറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ? എങ്ങനെയായിരിക്കും ഷിഫ്റ്റ് ചെയ്യാണ്ടോ? വെയിറ്റ് ചെയ്തോളൂ, നമുക്ക് തുടങ്ങാം. നമ്മൾ പണവും സ്നേഹവും വിജയവും ഒരുപോലെ ഒരേ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു വലിയ രഹസ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം, സ്നേഹമാണോ നിങ്ങൾക്ക് ആവശ്യം, പണമാണോ നിങ്ങൾക്ക് ആവശ്യം, അല്ല സമാധാനമാണോ ആവശ്യമെന്ന് അല്ലേ? നിങ്ങൾ പറഞ്ഞു പണം പറഞ്ഞവരുണ്ട്, സ്നേഹം പറഞ്ഞവരുണ്ട്, സമാധാനം പറഞ്ഞവരുണ്ട്. അതിലൂടെയാണ് വിജയം ഉണ്ടാവുന്നത് നിങ്ങൾക്ക്. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച്, ഇത് കംപ്ലീറ്റ് ഒരു പാക്കേജ് ആയിട്ട് കിട്ടുകയാണെങ്കിലോ? ഇത് സാധിക്കുമോ? ആർക്കെങ്കിലും നൽകാൻ സാധിക്കുമോ? പറ്റുമോ? യെസ് എന്നതാണ് ഉത്തരം. കാരണം ഇതെല്ലാം നമുക്ക് മാത്രമാണ് നേടാൻ സാധിക്കുക. അതായത് അവനവന് മാത്രമാണ് ഇത് മൂന്നും ഒറ്റ പാക്കേജായിട്ട് നേടാൻ പറ്റുക. അല്ലെ പുറത്തു നിന്ന് ആർക്കെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ സാധിക്കുന്ന പാക്കേജ് അല്ല ഇത്. മറിച്ച് നമ്മളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ്. മറ്റെവിടെ പോയാലും നിങ്ങൾക്കിത് ഒന്നിച്ച് കിട്ടത്തില്ല. മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നും, അല്ലെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന, എന്നാൽ നാം ഇതുവരെ അറിയാതെ പോയ ആ ഒരു വലിയ ശക്തിയെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ആ വലിയ ശക്തിക്ക് വേണ്ടി നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. നമ്മുടെ ജീവവായു പോലെയാണ് സ്നേഹം. അതുപോലെ തന്നെ സമാധാനമില്ലെങ്കിൽ ജീവവായുവിന് നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഈ രണ്ട് സാധനവും അനുഭവിക്കണമെങ്കിൽ നമുക്ക് പണത്തിൻ്റെ ആവശ്യകത നിർബന്ധമാണ്. ഇന്ന് ഓക്സിജൻ പോലും കാശ് കൊടുക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കും അല്ലേ? ഇത് മൂന്നും ഉണ്ടായാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഹീ ഈസ് എ സക്സസ്ഫുൾ മാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു പാക്കേജായി വരികയല്ലേ അല്ലേ? നോക്കൂ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും എന്നതാണ് കണക്ക്. അല്ലാതെ പ്രതിസന്ധികളില്ലാത്ത ജീവിതമേ ഇല്ല എന്ന സത്യം അറിയണം. സങ്കടങ്ങളും തകർച്ചകളും കഷ്ടവും ദുഃഖവും ദുരിതവും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ജീവിതം തന്നെയാണ്. ഇതില്ലാത്തൊരു ജീവിതം, ജീവിതം എന്നത് നിർവചനത്തിൽ പെടുന്ന കാര്യമാണ്. ജീവിതം എന്ന് പറഞ്ഞ പാക്കേജിനകത്തുള്ള കാര്യങ്ങളാണിത്. അത് ഒഴിവാക്കിയാൽ എങ്ങനെയാണ് പിന്നെ ജീവിതം ഉണ്ടാവുക? അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ പലപ്പോഴും നമ്മളെ തളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം മാത്രമാണ്. അല്ലാതെ അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്നലകളുടെ പരാജയങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായി ഇല്ലാക്കിയിട്ടുണ്ടാവാം, അത് സമ്മതിക്കുന്നു. പക്ഷെ ഓർക്കുക, ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ ഇടറി നടക്കുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തിൻ്റെ യഥാർത്ഥ വില തിരിച്ചറിയുന്നത്. അപ്പോൾ പരാജയവും കഷ്ടവും സങ്കടമോ തകർച്ചയോ ഉണ്ടായാൽ മാത്രമാണ്
നമുക്ക് വിജയവും സന്തോഷവും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഓരോ വീഴ്ചയും കണ്ണുനീരും നമ്മളെ കൂടുതൽ കരുത്താക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന്, അല്ലെങ്കിൽ അതിനുവേണ്ടി കാലത്തിൻ്റെ ചെറിയ ഒരുക്കങ്ങൾ മാത്രമാണെന്ന് അംഗീകരിക്കണം. അപ്പോൾ അതിനർത്ഥം ഒരു മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്. പക്ഷേ വിഷയം ആ മാറ്റത്തിൽ നിന്നും ആ ആ സംഭവത്തിൽ നിന്നും നമ്മൾ എന്ത് ഉൾക്കൊണ്ടു, എന്ത് മാറ്റപ്പെടുത്തി എന്നതാണ് ഒരു മനുഷ്യനെ ശിഷ്യനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ വിവേകമതിയായ ഒരു ജന്മമാക്കി മാറ്റുന്നത്. നമ്മൾ പഠിച്ച, നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളെ നമ്മൾക്ക് വേണ്ട രീതിയിലേക്ക്, ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാകുമ്പോൾ നമ്മളിലുള്ള ആ കല്ലിനെ, ആ ശില്പത്തിന് വേണ്ടി തയ്യാറാക്കിയ വിരൂപമായി നമ്മൾ പരാജയപ്പെട്ടു പോയ ആ നമ്മളെ തന്നെ ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊത്തി മിനുക്കി ശരിയായ ശില്പമാക്കി മാറ്റുന്നവനാണ് യഥാർത്ഥ ശില്പി എന്നറിയുക. അല്ലാത്തവന് ഒരു പ്രാധാന്യമില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ രൂപത്തിൽ, ഭാവത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ വിഗ്രഹത്തിൽ നമ്മൾ കൊത്തുന്ന ശിലയിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ മിസ്റ്റേക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കൊത്തി മിനുക്കാൻ പറ്റുന്നയാളായിരിക്കണം അവനവനെന്ന് പറയുന്ന ശില്പി. അപ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തെ എനിക്ക് എന്തായിത്തീരണമെന്ന് തീരുമാനിക്കാനും അതായിത്തീരാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ മാത്രമാണ് വിജയം എന്ന് പറയുന്നത്. സമാധാനം, സന്തോഷം എന്ന് പറയുന്നത് ലഭിക്കാത്തിടത്തോളം കാലം പണത്തിനൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ പണം നിർബന്ധമായി ഉണ്ടാവുക തന്നെ വേണം. പക്ഷെ അതിൻ്റെ കൂടെ ഈ സംഭവം കൂടി വേണം. പക്ഷേ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ യാത്രയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും പണത്തിനും സ്നേഹത്തിനും വിജയത്തിനും പിന്നാലെ അന്ധമായി ഓടുകയാണ്. ഒരു ഒരു കണ്ടീഷനും ഇല്ലാതെ ഓടുകയാണ്. അതിനേക്കാളും കഷ്ടമുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. സ്നേഹത്തിന് വേണ്ടി അർഹതയില്ലാത്തവരുടെ മുന്നിൽ പോയി കൈനീട്ടുന്നതിൻ്റെ, അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. പണത്തിനായി സ്വന്തം സമാധാനം നശിപ്പിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. വിജയത്തിന് വേണ്ടി സ്വയം മറന്ന് പോരാടുന്നവരാണ് അവസാനം ഒന്നും നേടാനാവാതെ സ്വയം ശപിച്ചുകൊണ്ട് നമ്മൾ തളർന്നു വീഴുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇങ്ങനെ മാത്രമാണ് ഓരോരുത്തരുടെയും ലൈഫ് എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നാലെ ഓടും തോറും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒന്നാണ് ഇവയെല്ലാം എന്ന് നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അപ്പോൾ നമുക്ക് മാറ്റത്തിൻ്റെ തുടക്കമുണ്ടാവും. ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായ സമയമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിൻ്റെ പിറകെയാണോ ഓടുന്നത്, അത് മാറ്റണമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഓടുന്നതിൻ്റെ പിറകെ, വേണ്ടതിൻ്റെ പിറകെയല്ല ഓടുന്നത്. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളെക്കാളും മുന്നേ ഓടുന്നതിൻ്റെ പിറകെയാണ് നിങ്ങൾ ഓടുന്നത്, അല്ലേ? ഇവിടെ മാറ്റത്തിന് സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ചേഞ്ച് യുവർ സെൽഫ്. ദിസ് ഇസ് ദ പോയിന്റ്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ദൈവം എല്ലാം നൽകിയിട്ടില്ല. ദൈവത്തിന് അതിൻ്റെതായ കുറേ കാര്യകാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വന്ന് 111 ആൾക്കാർ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ആ ദൈവത്തിൻ്റെ നിയോഗത്തെ നിങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വലിയ അബണ്ടൻസിലേക്ക്, വലിയ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമുണ്ട്, പിന്നെ യൂണിവേഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ആരെങ്കിലും
മതപരമായിട്ട് ചിന്തിക്കുന്നവരോട് വേണ്ടി യൂണിവേഴ്സ് അല്ല, ദൈവം അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അതിനപ്പുറത്തേക്കുള്ള ശക്തികളെ പറ്റി നമുക്ക് സംസാരിക്കാനില്ല തൽക്കാലം. ഉണ്ടെങ്കിലും ഈ തൽക്കാലം നമ്മൾ ദൈവത്തിനപ്പുറത്തേക്കൊരു ശക്തിയെ നമ്മൾ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ദൈവത്തിന് നമ്മളിവിടെ വരുമ്പോഴും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ തെറ്റിച്ചതൊക്കെ നമ്മൾ തന്നെയാണ്. ഇവിടെ നിന്ന് ജനിച്ചു വരുമ്പോൾ ഒരു കുട്ടിയിലും ദൈവം നിഷ്കളങ്കമായ സ്നേഹം മാത്രം നിറച്ചിട്ടാണ് ദൈവം വിട്ടത്. നിഷ്കളങ്കമായ സ്നേഹവും നിഷ്കളങ്കമായ എനർജിയും അൺലിമിറ്റഡ് എനർജിയുമുള്ള പുഞ്ചിരിക്കുന്ന മുഖവുമായി ദൈവം ഇങ്ങോട്ട് വിട്ട നമ്മളല്ലേ ദൈവത്തെ ചതിച്ചത്? ദൈവമാണോ നമ്മളെ ചതിച്ചത്? അല്ലേ? നോക്കൂ, നമ്മളെന്താ പറയണേ? ദൈവം എന്നെ ഇങ്ങനെയൊക്കെ ആക്കാം. അല്ല, നിങ്ങളാണ് ദൈവത്തെ പറ്റിച്ചത്. നിങ്ങളതല്ല, നമ്മളാണ് ദൈവത്തെ പറ്റിച്ചത്. ദൈവം യഥാർത്ഥത്തിൽ നമ്മളെ വളരെ കൃത്യമായി പറഞ്ഞയച്ചു. നമ്മൾ പറഞ്ഞു, ഞാൻ ഇവർ പറയുന്ന പോലെ കേൾക്കൂ, അപ്പുറത്തെ അയൽവാസി പറയുന്നത് കേൾക്കുള്ളൂ, എഴുന്നേക്കരുത് മോനെ, വീണു പോവും അമ്മ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വീണു പോകും, എല്ലായിടത്തും വീഴും. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഇത്തരം വലിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി സംഭവിക്കില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളിപ്പോൾ തീരുമാനിക്കുക, എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റുകൾ ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇനി ഞാൻ ഈ ഓട്ടം നിർത്തി അല്പം ശാന്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്. ഇതാണ് മാറ്റത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത്. പണമോ സ്നേഹമോ വിജയമോ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ലഭിക്കുന്ന ഒരു സാധനമേ അല്ലത്. മറിച്ച് നമ്മൾ എന്താണോ അതായിരിക്കും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ നമ്മൾ സമ്പന്നതയാണ് ആകർഷിക്കുന്നതെങ്കിൽ നമ്മുടെ സമ്പന്നത വരും. സ്നേഹമാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് സ്നേഹം ഒഴുകിയെത്തും. നിങ്ങൾ ഓരോരുത്തരും എന്നോട് എനിക്ക് നൽകുന്നത് എന്താണ്? അതിൻ്റെ ഒന്ന് പേരൊന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്നതിൻ്റെ പേരൊന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പേരൊന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഏതാണ്? ഇതിൽ മണിയാണോ, സമാധാനമാണോ, സ്നേഹമാണോ എന്ന് നോക്കട്ടെ. അല്ലേ? എല്ലാവർക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും അത് ഒറ്റ ഉത്തരം മാത്രം എല്ലാവരും പറയുന്നത്? ഞാൻ നിങ്ങളോട് അത് മാത്രമല്ലല്ലോ, നിങ്ങളോട് ഞാൻ കാശും മേടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൽ നിറഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്കത് നൽകുന്നത്. കാരണം ഞാൻ അത് നിറഞ്ഞിരിക്കുന്നൊരു കുടമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് മാത്രമേ എന്നിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതല്ലേ നിങ്ങൾക്കെല്ലാം ആവേണ്ടത്. നോക്കൂ, നിങ്ങൾ അങ്ങനെ ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വരില്ലേ, കാശ് വരില്ലേ, സമാധാനം വരില്ലേ? ഒരു വിഷയം അൺകണ്ടീഷൻ, ആരെന്തായാലും നമുക്ക് ഓക്കെ, നമുക്ക് കണ്ടീഷൻ ഇല്ല. ആയിക്കോട്ടെ, ശരി. സ്നേഹപൂർവ്വം നിങ്ങളെ ഒരു വഴക്ക് പറയുന്നു, സ്നേഹപൂർവ്വം നിങ്ങളെ തിരുത്തുന്നു. എത്ര പേര് അംഗീകരിക്കുന്നു? എത്ര പേരിൽ മാറ്റം ഉണ്ടാകുന്നു? സ്നേഹത്തിന് ഭാഷ അവിടെ കൊടുക്കുന്നത് കൊണ്ടല്ലേ. സ്നേഹത്തിന് അത്രയും കഴിവുണ്ട്. സ്നേഹത്തിന് ഭാഷയിലൂടെ നമുക്ക് എന്തും മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ സ്നേഹത്തെ പറ്റി പറഞ്ഞു. അത് ഞാൻ ഇത് ഉദാഹരണമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇപ്പോൾ ഓടുന്ന ഓട്ടത്തെ ഒന്ന് നിർത്തുക, ശാന്തമായി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുക. എനിക്കെന്താണ് നേടേണ്ടത്? നമ്മുടെ ചിന്തകളെ ശാന്തമാക്കുക എന്നത് മാത്രമാണ് ലോകത്ത് ഇതിനുള്ള ഏകമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ വഴി എന്ന് പറയുന്നത്. ഉള്ളിൽ സമാധാനമുള്ള ഒരാൾക്ക് മാത്രമേ പുറത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിയത്. യോഗീശ്വരന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന സത്യം അതാണ്. അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും മാറ്റിവെച്ച് മനസ്സിനെ ആദ്യം ശക്തമായ അല്ലെങ്കിൽ വളരെ ശാന്തമായ ഒരു തടാകം പോലെയാക്കുക.
പിന്നാലെ ഓടുന്നതല്ല, സ്വയം അർഹിക്കുന്നതിനെയാണ് ജീവിതം നിങ്ങൾക്ക് നൽകുന്നത് എന്ന് കൃത്യമായി അർഹതയെപ്പറ്റി പറഞ്ഞപ്പോൾ ജേണി ടു ഹാപ്പിനെസ്സിൽ, ഏതിലാണിത്, ഏത് ക്ലാസ്സിലാണ് അർഹതയെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ഈ അർഹത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനിതയാണ് ചോദിച്ചത് തോന്നുന്നു. അർഹത, നമ്മൾ ഓടിപ്പിടിക്കാൻ പോകുന്നതിനെ അല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത്, നമ്മൾ അർഹിക്കുന്നതിനെയാണെന്ന്. അപ്പോൾ നമ്മൾ അർഹതയുള്ളയാളായി മാറുക എന്നതാണ് നമ്മുടെ പ്രക്രിയ. അത് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ശാന്തമായ മനസ്സ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് നമ്മളെ തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കുക എന്നുള്ളത്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് വെച്ചാൽ ആദ്യം അവനവനെ സ്നേഹിക്കുക. അല്ലെങ്കിൽ പറഞ്ഞു ആരെയാണ് ഏറെ ഇഷ്ടം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം എന്നുമുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം അല്ലേ? ആരും പ്രത്യേകിച്ച് പറയുന്ന ഉത്തരം അറിയാത്തവരൊന്നും ചോദിച്ചു നോക്കി, ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? ഒന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, എത്ര വ്യത്യാസം ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? തീ സ്വന്തം വില മനസ്സിലാക്കുന്ന ഒരാളെ ലോകം ബഹുമാനിക്കാൻ തുടങ്ങും എന്നുള്ളത് ലോക തത്വമാണ്. അതിൽ യാതൊരു മാറ്റവും. നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളിൽ ചുറ്റുമുള്ള മനുഷ്യരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ സ്നേഹം എന്നത് പുറത്ത് നിന്ന് തേടിപ്പിടിച്ച് യാചിച്ച് കെഞ്ചി അടിമയായി നേടേണ്ട ഒരു സാധനമേ അല്ല. അത് നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒന്നും നിങ്ങളിൽ തന്നെ അവസാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് മറ്റുള്ളവരെയൊക്കെ പെടുത്തുക എന്ന് പറയുന്നത്, ഒരു സർക്കിൾ എങ്ങനെ വരക്കുന്നു അതുപോലെ ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ചിവിടെ തന്നെ എത്തുന്ന പ്രക്രിയ മാത്രമാണ് സംഭവം. അപ്പോൾ യാതൊരു ശ്രമവുമില്ലാതെ യഥാർത്ഥ ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുമെന്നാണ് അതിൻ്റെ സത്യം. അപ്പൊ സ്വയം സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലോകത്ത് മറ്റൊരു സ്നേഹവും നിലനിർത്താൻ കഴിയില്ല എന്ന തത്വം അറിയുക. നോക്കൂ, ഒന്നുകൂടി പറയാം, ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണം. സ്വയം സ്നേഹിക്കാൻ കഴിയാത്തൊരാൾക്കും ലോകത്തിലെ ഒരു സ്നേഹവും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല എന്നുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവനവനെ സ്നേഹിക്കുക, അതിൽ ബാക്കിയെല്ലാം ഉണ്ട്. അവസാനമായി പറയാനുള്ളത് ഇത്രയാണ്: ഉള്ളിൽ സമാധാനവും സ്നേഹവും നിറയുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ വളരെ വ്യക്തത വരും. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതാണ് ഇപ്പോഴുള്ള യഥാർത്ഥമായ വിഷയം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും നിറഞ്ഞിരിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വരും. കൃത്യമായ ബോധം നിങ്ങൾക്ക് ലഭിക്കും. ആ വ്യക്തതയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും ജീവിതത്തിൽ വിജയത്തിലേക്ക് മാത്രം നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. ആ വിജയത്തിന്റെ സ്വാഭാവികമായ ഒരു ഫലം മാത്രമായിരിക്കും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പണം എന്ന് പറയുന്ന സാധനം. ഇവിടെയാണ് പണത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ്? വിജയത്തിന്റെ സ്വാഭാവികമായ ഒരു ഫലം മാത്രമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പണത്തിൻ്റെ പിന്നാലെ പോകുന്നില്ലെങ്കിൽ, മറിച്ച് നിങ്ങളുടെ കഴിവിനെയും മൂല്യത്തെയും അന്വേഷിച്ച് പണം നിങ്ങളെ തേടി വരികയാണ് ചെയ്യുന്നത്. അതല്ലേ നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്നത്? ഇതേ സംഭവമല്ലേ നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്നത്? ഞാൻ നിങ്ങൾക്ക് മൂല്യവും ജ്ഞാനവും നൽകുന്നു, നിങ്ങൾ എന്നെ തേടി വരുന്നു, എനിക്കതിന് നിങ്ങൾ പണവും നൽകുന്നു. ഇതല്ലേ ശരിക്കും സംഭവിക്കുന്നത്? നോക്കൂ, കണക്റ്റഡ്. ഒരു കണ്ടീഷനും ഇല്ലാതെ ദിനേശ് സാറിൻ്റെ ക്ലാസ്സിൽ ആരും പഴയ ഒരാളും സാറേ ഡിസ്കൗണ്ട് തരുമോ എന്ന് ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആ മൂല്യത്തിന് ഡിസ്കൗണ്ട് പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ സത്യസന്ധമായ കാര്യമല്ലേ? ഇത് മനസ്സിലാക്കാത്തവർ പറയുന്ന കാര്യമല്ല, ഈ മനസ്സിലാക്കിയവർക്കുള്ള. ഞാൻ പറഞ്ഞത് പണം മാത്രമാണ് വിഷയം എന്നല്ല. ഇതാണ് നമ്മൾ പണം ഉണ്ടാക്കാനുള്ള, പണം വരാനുള്ള യഥാർത്ഥ വാല്യൂ. ക്രിയേറ്റ് മണി. നിങ്ങൾക്കിപ്പോൾ പണത്തിൻ്റെ പിറകെ ഓടുന്ന ഓരോ ആൾക്കാരോടുള്ള എൻ്റെ ചോദ്യം, വാട്ട് വാല്യൂ യു ക്രിയേറ്റ്? എന്ത് മൂല്യമാണ് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയത്? ആ മൂല്യത്തിന് പൈസ തരാൻ പറ്റില്ല. മൂല്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ മൂല്യമില്ലാതിരുന്നാൽ നിൽക്കത്തില്ല. അത് അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക്. മൂല്യമാണ് നമ്മുടെ അർഹതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ടത് കാര്യം ഇത്രയാണോ: നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പണം നിങ്ങളുടെ മൂല്യത്തിനുള്ള പ്രതിഫലമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കൂ, പറഞ്ഞു ഇത്രയാണ്. ഈ മാറ്റങ്ങൾ കേവലം ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നാണെന്ന് ആരും ചിന്തിച്ചേക്കരുത്.
അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. ദിവസങ്ങളോളം ചിന്തകളെയും ജീവിതത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ ആഴത്തിലുള്ള ഒരു യാത്ര തന്നെ നമ്മൾ നടത്തേണ്ടതാണ്. ഈ യാത്രയിൽ നിങ്ങൾ പങ്കെടുക്കാനും കാര്യങ്ങൾ നമ്മോടൊപ്പം ചേർന്ന് നിന്ന് കൂടുതൽ പ്രായോഗികമായി പഠിക്കാനും പരിശീലിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള സ്പേസാണ് ഹാപ്പിനെസ് മാസ്റ്ററി എന്ന് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളെയും നിർബന്ധിക്കാറുമില്ല, ഒരു കാര്യത്തിലും നമ്മൾ നിർബന്ധിക്കുന്നില്ല. കാരണം നമ്മൾ ഓരോ ആളുടെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവരവരാണെന്ന് പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ നമുക്ക് അവരവർക്ക് വരുത്താൻ പറ്റും. ഞാൻ വരുത്തിയെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നതേയില്ല, അവരവർ വരുത്തിയെന്ന് മാത്രമാണ്. നോക്കൂ, ആരും ഇവിടെ വരണമെന്നോ ആരും ഇതിനു വേണ്ടി നിർബന്ധപൂർവ്വം, ഒരാളുടെ നിർബന്ധപൂർവ്വം നിങ്ങൾ ആരും വരരുത്. മറിച്ച് ജീവിതത്തെ അതിൻ്റെ ഏറ്റവും മനോഹരമായ തലത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ അതിനതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാം. നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയാം, എന്നോട് സംസാരിക്കാം, നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കിയെടുക്കാം. ഇത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നോക്കാം. ഓർക്കുക, നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ചിന്തിക്കരുത്. വളരെ തെറ്റായ ഒരു ചിന്താഗതിയും. ഒരാളും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. പണവും സ്നേഹവും വിജയവും എല്ലാം നമുക്ക് പൂർണ്ണമായും അവകാശപ്പെട്ടതാണ്. ദൈവം നമുക്ക് വേണ്ടി നൽകിയതാണ്. ഇപ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന തെറ്റു മാത്രമാണ് അവിടെ ഉള്ളത്. അവയെല്ലാം എവിടെയോ നിങ്ങളെ നിൽപ്പുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇപ്പോഴുള്ള ഇരുട്ടിൽ നിന്ന് നിങ്ങൾ മാറി വെളിച്ചത്തിലേക്ക് നിങ്ങൾ നടക്കാൻ എപ്പോൾ തീരുമാനിക്കുന്നുവോ ആ നിമിഷം മുതൽ എല്ലാം മാറി മറിയാൻ തുടങ്ങും. ആ നിമിഷത്തെയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏതാണ് ആ നിമിഷം? ഇപ്പോഴാണോ? ഇപ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വെക്കുക. നാളെയാണോ? നാളെ വെച്ചോളുക. പക്ഷേ ഇന്നലെ വരെ ഞാൻ തന്നെയാണ് നാളെയും ആവാൻ പോകുന്നതെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾ തയ്യാറായില്ലെന്ന് സ്വയം പശ്ചാത്തപിക്കുക. അത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ കഴിവുകേട് എന്നാണ് പറയുക. അപ്പോൾ കഴിവുകെട്ടവരായിട്ട് നിൽക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം ഇന്നാവട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വയം വിശ്വസിക്കുക, നിങ്ങൾക്കതിന് കഴിയും. കാരണം നിങ്ങൾക്കേ നിങ്ങളെ മാറ്റാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റേണ്ടതിന് പൂർണ്ണ ഉത്തരവാദിത്വം. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും എടുക്കുക. ഞങ്ങൾ എപ്പോഴും അതിന് കൂടെയുണ്ട്. 24/7 നമ്മൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാവുന്ന നിമിഷം ഞങ്ങൾ നിങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാം സർവേശ്വരന് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് സർവേശ്വരൻ്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.